ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണുന്ന മിക്സഡ് റിയാക്ഷൻസ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഡയറക്ഷൻ ലഭിക്കാതെയുള്ള ഒരു മൂവാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ആയാലും ഏഷ്യൻ മാർക്കറ്റ് ആയാലും അവരൊക്കെ ഒരു കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഓഗസ്റ്റ് 1 എന്നുള്ള ആ ഒരു ഡെഡ് ലൈനിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനൽ അനൗൺസ്മെന്റ് വരാൻ പോകുന്നത് ചിലപ്പോൾ ഓഗസ്റ്റ് 1 അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഫ്ലാറ്റ് നെഗറ്റീവാണ്, S&P 500 അതുപോലെ നാസ്ഡാക്കും ഫ്ലാറ്റ് പോസിറ്റീവാണ്. അപ്പോൾ US മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ ഒരു നേരിയ ഉണർവുണ്ട്. തീർച്ചയായിട്ടും അത് NVIDIA ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവാണത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ TCS ഉണ്ടാക്കിയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ US മാർക്കറ്റിൽ NVIDIA ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പോസിറ്റീവ് ട്രെൻഡാണ്. അടുത്ത ബുധനാഴ്ച ടെസ്ലയുടെയും ആൽഫബറ്റിൻ്റെയും റിസൾട്ട് വരാൻ പോവുകയാണ്. അത് വ്യക്തമായൊരു ഡയറക്ഷൻ അമേരിക്കൻ മാർക്കറ്റ് നൽകുമെന്നാണ് ആ മാർക്കറ്റിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഇന്ന് ജപ്പാനീസ് മാർക്കറ്റിന്റെ ഒരു വളറ്റിലിറ്റി ഉണ്ടാവാൻ ഒരു കാരണമുണ്ടായിരുന്നു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷിഗേറു ഇഷിബ, അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ജപ്പാന്റെ അപ്പർ ഹൗസിൽ മെജോറിറ്റി നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വളറ്റിലിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരുതരം മിക്സഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവ്യക്തതയാണ് നമ്മുടെ മാർക്കറ്റിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ നിഫ്റ്റിയിലെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു പൊസിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. 25,000 എന്നുള്ള ഒരു പുട്ട് സൈഡിലുള്ള ഒരു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമെന്ന് പൊതുവെ ആളുകൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ 25,500 എന്നുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്നലെ ഉണ്ടായ സ്ഥാനത്ത് ഇന്നത് കുറഞ്ഞിട്ട് 25,200 അതുപോലെ 25,100 എന്നുള്ള ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് വളരെ നേരിയ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. 25,000 25,200 അടുക്കുള്ള ഒരു റേഞ്ച്. ഇപ്പോൾ നമുക്ക് കാണാൻ ഇന്ത്യ വിക്സ് പോലും ഇന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ടും ഇന്ത്യ വിക്സ് താഴോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. 4% താഴോട്ടേക്ക് പോയി. ഇപ്പോൾ 10.75 എന്നുള്ള ഇന്ത്യ വിക്സിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ലോവർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ഇന്ന് സ്റ്റോക്കുകളുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 42% സ്റ്റോക്കുകളും BSEയിലും NSEയിലും അഡ്വാൻസ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. 52% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ 42% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടും ഇന്ന് നമ്മളെ മാർക്കറ്റിലെ സെക്ടറൽ ഇൻഡെക്സുകളായാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും എല്ലാം റെഡിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതൊരു നേരിയ പെർസെൻറ്റേജ് ആണെങ്കിലും ഒരുവിധം എല്ലാ സെക്ടേഴ്സും നെഗറ്റീവാണ്. 1-2 സെക്ടറുകൾ മാത്രമാണ് പോസിറ്റീവിൽ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സെക്ടർ കാണുന്നത് ഡിജിറ്റൽ ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്ന തീമാറ്റിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ ആ ഒരു ഇൻഡെക്സിൽ 30 സ്റ്റോക്കുകളാണുള്ളത്. ആ 30 സ്റ്റോക്കുകളിൽ 11 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, 19 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ആണ്. ആ ഒരു ഇൻഡെക്സ് 1% മുകളിലുള്ള ഒരു അപ്സൈഡ് മൂവ് ആ ഒരു ഇൻഡെക്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് കാണുന്നത് ആ ഇൻഡെക്സിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എറ്റേണൽ, സ്വിഗ്ഗി, നൗക്രി, പേടിഎം, നൈക്ക, പോളിസി ബസാർ ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിൽ ഒരു ഉണർവുണ്ടായതായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ ഓവറോൾ എക്കണോമിയുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പുറത്തുവിട്ട ഇന്ത്യ കോർ ഇൻഡസ്ട്രീസ് ഡാറ്റയാണ്. അതും വളരെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് 8 കോർ ഇൻഡസ്ട്രീസിന്റെ ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ ആ ഒരു 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒന്ന് കോൾ, അതുപോലെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീല്, സിമെന്റ്, ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഈ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെന്റിലുള്ള ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഒരു ഡാറ്റയാണിത്. ആ ഡാറ്റ സൂചിപ്പിക്കുന്നത് ജൂൺ 2025 1.7% ഇയർ ഗ്രോത്ത് ആണ് ആ ഒരു മാനുഫാക്ചറിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ സ്റ്റീലിന്റെയും സിമെന്റിന്റെയും റിഫൈനറി പ്രൊഡക്ട്സിന്റെയും ഗ്രോത്ത് വളരെ ഹൈ ആയിരുന്നു. എന്നാൽ കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, ഇലക്ട്രിസിറ്റി ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഈ മേഖലയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് 3 സെക്ടറിലുണ്ടായ പ്രൊഡക്ഷൻ വർധനവ് കാരണമാണ് നമുക്ക് 1.7% ഒരു ഇയർ വർധനവുണ്ടായത്. അപ്പോൾ ഈ ഒരു 8 ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഈ ഒരു 8 ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് 40% വെയിറ്റേജ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയിലുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു 8 ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നൽകുന്ന ചില സൂചനകൾ കൃത്യമായിട്ടുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും മാനുഫാക്ചറിങ് സെഗ്മെന്റ് ആയാലും അവിടെയൊക്കെ ഒരു പ്രൊഡക്ഷന്റെ ഒരു മന്ദത അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അടുത്ത ക്വാർട്ടറുകളിൽ ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് മൊത്തത്തിലുള്ള പ്രതീക്ഷ. ഇതുപോലെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന Q1 റിസൾട്ടിന്റെ ഒരു സീസൺ അതിപ്പോൾ നമുക്ക് കാണുന്നത് തീരെ ആവേശം പകരാതെ
തികച്ചും സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മന്ദഗതിയിൽ നീങ്ങുന്ന ഒരു മാർക്കറ്റാണ് കാണുന്നത്. പല സെക്ടേഴ്സിൻ്റെയും ആ ഗ്രോത്ത് മൊമെൻറ്റം കഴിഞ്ഞ 9 ക്വാർട്ടറിൻ്റെ താഴെ വന്നതായിട്ടാണ് റിസൾട്ടുകൾ നൽകുന്ന സൂചന. പ്രത്യേകിച്ച് ബാങ്കിങ്, ഫൈനാൻസ്, FMCG, IT സെഗ്മെന്റിലൊക്കെ ഈ ഒരു സ്ലോ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ വന്ന റിസൾട്ടുകൾ പരിശോധിച്ചാൽ 156 കമ്പനികളാണ് ഇതുവരെ റിസൾട്ട് അനൗൺസ് ചെയ്തത്. ആവറേജ് ഒരു നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 18.5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വമ്പിച്ച ഒരു ഗ്രോത്താണ്. പക്ഷേ ഈ 18.5% ഗ്രോത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ, ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റേക്ക് വിറ്റതിൻ്റെ കിട്ടിയിട്ടുള്ള 8,924 കോടിയും കൂടി ഉണ്ട്. ഇപ്പോൾ റിലയൻസിൻ്റെ ആ ഒരു ഫാക്ടർ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 7.3% മാത്രമാണ്. അതേപോലെ റവന്യൂവിലാണെങ്കിൽ 5.7% ഓവറോൾ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് സെക്ടറിൽ വളരെയധികം വീക്കായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതുവരെ കണ്ടത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഇതുവരെ വന്ന റിസൾട്ടുകളുടെ ആവറേജ് റവന്യൂ നോക്കുകയാണെങ്കിൽ 6.4% മാത്രമാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ 5.1% മാത്രമാണ്. ഇനി IT സെക്ടറിലേക്ക് വന്നാൽ അവിടെ റവന്യൂ ഗ്രോത്ത് 3.4%, പ്രോഫിറ്റ് ഗ്രോത്ത് 4.6% മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ക്വാർട്ടറിൽ പൊതുവെ അനലിസ്റ്റുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ്. അപ്പോൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരണമെങ്കിൽ 10% മുകളിൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിലവിൽ വന്ന റിസൾട്ടുകളുടെ ആവറേജ് നോക്കുമ്പോൾ അത് 10% താഴെയാണെന്നാണ് നമ്മൾ മൊത്തത്തിൽ ഇതുവരെ വന്ന റിസൾട്ടുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക. എന്നാൽ ഇവിടെ അനലിസ്റ്റുകൾ പറയുന്ന മറ്റൊരു കാര്യം, ഇതുവരെ വന്ന റിസൾട്ടുകൾ അണ്ടർ പെർഫോമിംഗ് സെക്ടറിൽ നിന്നാണ്. ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ അത്തരത്തിലുള്ള ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഫിഗർ കൊണ്ടുവരുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ്സ്, സിമെന്റ്, ഹെൽത്ത് കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ്, ടെലികോം ഈ മേഖലകളിലുള്ള റിസൾട്ട് കൂടി വരുമ്പോൾ ഈ ഒരു റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ആവറേജ് 10% മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ നൽകുന്ന ഒരു സൂചന. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത 1-2 ആഴ്ചകൾക്കകം നമുക്ക് അതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ICICI ബാങ്കും HDFC ബാങ്കും ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പെർഫോമൻസ്, അതിനോട് ചുവട് പിടിച്ചുകൊണ്ടുള്ള മറ്റൊരു പെർഫോമൻസ് ഇന്ന് നമ്മൾ കണ്ടത് എറ്റേണൽ എന്ന് പറയുന്ന സ്റ്റോക്കിലാണ്. സൊമാറ്റോയുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള എറ്റേണൽ. അപ്പോൾ ഇന്ന് നമുക്ക് ആ സ്റ്റോക്കിൽ 10% ഒരു റാലി നടന്നതായിട്ട് കാണാം. നമുക്കറിയാം എറ്റേണൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ PE എന്ന് പറയുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള PE ആണ്. 968 എന്ന PE ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്റ്റോക്കാണ്. ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് വൻ വാല്യുവേഷനാണ് ഈ സ്റ്റോക്കിന് എല്ലാവരും നൽകുന്നത്. എന്നാൽ നമ്മളതിൻ്റെ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായ കാര്യം, അതിൻ്റെ റവന്യൂ 70% വർധന ഉണ്ടായിട്ടുണ്ട്. അതൊരു വമ്പിച്ച ഗ്രോത്താണ്. എന്നാൽ പ്രോഫിറ്റ് 90% ഡൗൺ ആണ്. ഇനി ക്വാർട്ടറിലും 22% റവന്യൂ ജമ്പ് ആയിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റ് 35% ഡൗൺ ആണ്. അപ്പോൾ റവന്യൂ വർദ്ധിക്കുകയും പ്രോഫിറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ കമ്പനി ലോസിലല്ല എന്ന ഒരു ആശ്വാസമാണ്. കമ്പനി അതിന് മുമ്പൊക്കെ ലോസിൽ പോയ ഒരു കമ്പനിയായിരുന്നത് അതൊരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൊമാറ്റോയുടെ റിസൾട്ടിനേക്കാൾ ഉപരി ആ റിസൾട്ടിലുള്ള ബ്ലിങ്കിറ്റിന്റെ പെർഫോമൻസ് ആണ് മാർക്കറ്റിൽ ഇത്രയധികം മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടാക്കാൻ കാരണമായത്. ആ ബ്ലിങ്കിറ്റിന്റെ റവന്യൂ അത് 2,400 കോടിയായിട്ടാണ് കാണുന്നത്. സൊമാറ്റോയുടെ റവന്യൂ 2,261 കോടി മാത്രമാണ്. ആദ്യമായിട്ട് ബ്ലിങ്കിറ്റ് സൊമാറ്റോയുടെ റവന്യൂവിനെ ഓവർകം ചെയ്തതായിട്ടാണ്. അപ്പോൾ അവിടെ ബ്ലിങ്കിറ്റാണ് ഈ ഒരു എറ്റേണലിന്റെ മൊത്തത്തിലുള്ള റവന്യൂ ഇത്ര അധികം മുന്നോട്ടേക്ക് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ബ്ലിങ്കിറ്റിന്റെ ഇത്തരത്തിലുള്ള ഒരു അമേസിംഗ് പെർഫോമൻസ് അത് മൊത്തത്തിലുള്ള ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇനി വരാൻ പോകുന്ന ഈ ഡെലിവറി സിസ്റ്റം അതിൽ ക്വിക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാസ്റ്റ് ഡെലിവറിക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ബ്ലിങ്കിറ്റിൻ്റെ ഈ ഒരു അമേസിംഗ് പെർഫോമൻസ്. അപ്പോൾ തീർച്ചയായിട്ടും എറ്റേണൽ ഈ രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ എറ്റേണലിൽ നല്ല തോതിൽ സ്റ്റേക്കുള്ള ഇൻഫോ എഡ്ജും മുന്നോട്ട് പോയതായിട്ട് കാണാം. അത് 4.37% അപ്സൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ സൊമാറ്റോയുടെയും ബ്ലിങ്കിറ്റിൻ്റെയും പാരന്റ് കമ്പനിയായ എറ്റേണലിൽ ഇവർക്ക് 37,226 കോടിയുടെ നിക്ഷേപമാണുള്ളത്. അത് ഏകദേശം 12.38% സ്റ്റേക്കാണത്. അപ്പോൾ ഇൻഫോ എഡ്ജിൻ്റെ മൊത്തത്തിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 1/3 ഭാഗം അവരുടെ ഈ എറ്റേണലിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് കാണാം. അതുകൊണ്ടാണ് ഇന്ന് നല്ലൊരു മൂവ് ഇൻഫോ എഡ്ജിലും ഉണ്ടായത്. അപ്പോൾ ബ്ലിങ്കിറ്റ് സൃഷ്ടിച്ച ഈ ഒരു വമ്പിച്ച ഉണർവ് അത് സ്വിഗ്ഗി എന്ന സ്റ്റോക്കിലും ഉണ്ടായതായിട്ട് കാണാം. ഇന്ന് സ്വിഗ്ഗി 5% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം സ്വിഗ്ഗി എന്ന് പറയുന്നത് ബ്ലിങ്കിറ്റിൻ്റെയും സൊമാറ്റോയുടെയും വലിയൊരു കോമ്പറ്റേറ്ററാണ്. ബ്ലിങ്കിറ്റിൻ്റെ രീതിയിലുള്ള ഒരു ക്വിക്ക് കൊമേഴ്സ് ബിസിനസ് അവർ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ ഇവരായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലിങ്കിറ്റിൽ വന്ന ഈ ഒരു പെർഫോമൻസ് അത് ഇൻസ്റ്റാമാർട്ടിലും ആവർത്തിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വിഗ്ഗി സ്റ്റോക്കിൽ വമ്പിച്ച ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്നും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്വിഗ്ഗിയിലും ഈ ഒരു റാലി നടന്നത്.
വളരെ മോശം റിസൾട്ട് വന്നിട്ടും ഒരു അപ്സൈഡ് മൂവ് ഇന്നുണ്ടാക്കിയ മറ്റൊരു സ്റ്റോക്കാണ് MRPL എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ MRPL യെസ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ബ്രോക്കറേജ് അവരിതിന് മുമ്പ് ഈ സ്റ്റോക്കിന് ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ട് 160 എന്നുള്ള ഒരു ടാർഗറ്റോട് കൂടിയായിരുന്നു ആ ഒരു ബൈ റേറ്റിംഗ്. ആ ടാർഗറ്റ് അവർ 180 ഉയർത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ MRPLൻ്റെ ആ ഒരു റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ 25% റവന്യൂ ഡീഗ്രോത്ത് ആണ്. അതുപോലെ പ്രോഫിറ്റിൽ 470% ഡീഗ്രോത്ത് ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും 29% ഡീഗ്രോത്ത്, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും 173% ഡീഗ്രോത്ത്. അപ്പോൾ ഈ രീതിയിൽ വളരെ മോശം റിസൾട്ടാണ് യഥാർത്ഥത്തിൽ MRPL അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ യെസ് സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്കിൽ നടത്തിയിട്ടുള്ള അവർ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഈ ഒരു വീക്ക്നെസ്സിന് കാരണമായിട്ടുള്ളത് ഇവരുടെ പ്ലാന്റുകൾ അടച്ചുപൂട്ടിയത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഇൻവെൻട്രി ലോസ് ആണ്. അപ്പോൾ ഈ അടച്ചുപൂട്ടാനുള്ള ഒരു കാരണമായത് ഈ റെക്കോർഡ് റെയിൻഫോൾ ആയിരുന്നു. ആ റെയിൻഫോളിൻ്റെ ഭാഗമായിട്ട് അമിതമായ ആ ഒരു പ്രളയം ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പ്ലാന്റ് അടച്ചുപൂട്ടേണ്ടി വന്നു. അത് 45 ദിവസം അടച്ചുപൂട്ടേണ്ടി വന്നു. അത്ര ലോങ് ആയിട്ടുള്ള ഈ ഒരു അടച്ചുപൂട്ടലാണ് ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് ഇത്ര മോശമാകാൻ കാരണമെന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്പോർട്ടും കുറഞ്ഞു. പ്രത്യേകിച്ച് ഇത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇവരുടെ റിഫൈനറി പ്രൊഡക്റ്റുകൾക്ക് നല്ല മാർജിനോടുകൂടിയാണ് ഇവർ സെല്ല് ചെയ്തത്. അതിൻ്റെ GRM അല്ലെങ്കിൽ ഗ്രോസ് റിഫൈനറി മാർജിൻ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞതാണ് ഇവരെ വെട്ടിലാക്കിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് ഇത്ര ഡൗൺ ആകാൻ കാരണമെന്നാണ് സെക്യൂരിറ്റി കണ്ടെത്തൽ. അപ്പോൾ അവർ പറയുന്നത് നെക്സ്റ്റ് ക്വാർട്ടറിൽ ഇവർ തീർച്ചയായിട്ടും റിക്കവർ ചെയ്യുമെന്നും ഒരു ലോങ് ടേമിൽ നല്ലൊരു ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നുമാണ്. മറ്റൊരു സ്റ്റോക്ക് റിസൾട്ട് മോശമായിട്ടും നന്നായിട്ട് മുന്നേറിയ കാണുന്നത് ഹെവൽസ് ഇന്ത്യയാണ്. ഹെവൽസ് ഇന്ത്യയുടെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 6% ഡൗൺ ആണ്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 14% ഡൗൺ ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 16% സെയിൽസ് ഡൗൺ ആണ്. പ്രോഫിറ്റിലും 32% ഡൗൺ ആണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. ഇപ്പോൾ റിസൾട്ട് വളരെ മോശമാണെന്ന് കാണാം. എങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്സൈഡ് മൂവ് ഉണ്ടായി. ഏകദേശം 3% കൂടുതലുള്ള ഒരു റാലി സ്റ്റോക്കിൽ നടന്നു. അപ്പോൾ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലുള്ള ഇവരുടെ പെർഫോമൻസ് അത് മൊത്തം മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണെന്ന കണ്ടെത്തലാണ് ഈ ഒരു മുന്നേറ്റത്തിന് കാരണം. അപ്പോൾ ഇവരുടെ ഒരു കേബിൾ വയർ സെഗ്മെൻറ്റിൻ്റെ ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിൽ വമ്പിച്ച ഒരു സെയിൽസാണ് ഇവരുടെ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അവരുടെ കൺസ്യൂമർ സെഗ്മെൻറ്റ് വീക്കായി. അതിൻ്റെ ഒരു കാരണം സമ്മറിലുണ്ടായിട്ടുള്ള അൺസീസണൽ റെയിന്, അത് കാരണം ഇവരുടെ ഫാൻ, എയർ കൂളർ അങ്ങനെയുള്ള ഇലക്ട്രോണിക് കൺസ്യൂമർ പ്രോഡക്ട്സുകൾ അതിൻ്റെ സെയിൽസ് വൻതോതിൽ ഡൗൺ ആയതാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ കഴിഞ്ഞ ക്വാർട്ടറിൽ ബാധിച്ചത്. അപ്പോൾ അത് തീർച്ചയായിട്ടും റിക്കവർ ചെയ്യുമെന്നാണ് പല അനലിസ്റ്റുകളും നൽകുന്ന ഒരു സൂചന. പല ബ്രോക്കറേജ് ഹൗസുകളും ഇതിന് ടാർഗറ്റ് നിശ്ചയിച്ചതായിട്ട് കാണാം. ഇപ്പോൾ മാക്വറി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഇതിന് ഔട്ട് പെർഫോം ആണ് കൊടുത്തിട്ടുള്ളത്. 1782 അവരുടെ ടാർഗറ്റ്. അതുപോലെ മോർഗൻ സ്റ്റാൻലി ഇതിന് 1757 എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുത്തതായിട്ട് കാണാം. അതുപോലെ ജെഫ്രീസ് ഇതിന് 1635 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റി ഇതിന് ന്യൂട്രൽ ആണെങ്കിലും 1750 എന്ന ടാർഗറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗോൾഡ്മാൻ സാക്സ് ഇതിന് ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് 1660 എന്നുള്ള ടാർഗറ്റ്. അതുപോലെ JP മോർഗൻ ഇതിന് ന്യൂട്രൽ ആണ്, അത് 1650 എന്നുള്ള ടാർഗറ്റാണ് കൊടുത്തത്. അപ്പോൾ ഈ രീതിയിൽ ബ്രോക്കറേജ് ഹൗസുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഇന്നൊരു മൂവ് നടന്നതായിട്ട് കാണാം. അൺഎക്സ്പെക്റ്റഡ് റെയിന് സമ്മർ സീസണിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എഫക്റ്റ് ഹെവൽസിൽ മാത്രമല്ല പല AC കമ്പനികളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡീഗ്രോത്താണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും റിക്കവർ ചെയ്യുമെന്നാണ് പൊതുവെ കണക്കുകൂട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.